ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ആദ്യം തന്നെ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഫേസ് വാഷ് നെത്തിഗ്ലോൻ്റെ ഫേസ് വാഷാണ്. ഫാർമസി ഫേസ് വാഷാണ് അത് വരുന്നത്. സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്ത് ഞാൻ എടുത്തിരിക്കുന്ന മിനിമലിസ്റ്റിൻ്റെ സെറമാണ്. എൻ്റെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തത്. നല്ല രീതിക്ക് എനിക്ക് ബ്രേക്ക് ഡൗൺ ഒക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വിഷ് കെയറിൻ്റെ നാസനമേഡുള്ള സെയിം ഇത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് കുറച്ചും കൂടി ലോങ് ലാസ്റ്റായിട്ട് ഫീൽ ചെയ്തു. നല്ല രീതിക്ക് നമുക്കിപ്പോൾ ഒരു ഡൾനെസ് ഒന്നും ഫീൽ ചെയ്യാണ്ട് ഭയങ്കര ഗ്രീസിയും അല്ല, നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഓക്കെ, നെക്സ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വിഷ് കെയറിൻ്റെയാണ്. വിഷ് കെയറിൻ്റെ തന്നെ സൺസ്ക്രീനാണ്. ഇപ്പോഴത്തെ ഈ ചൂടിൽ ഇതിൻ്റെ ടെക്സ്ചർ നോക്കുമ്പോൾ അടിപൊളിയാണ്. കാരണം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും ഗ്രീസി അല്ല. ഇട്ടോടെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഫേസിലേക്ക് ഇത് അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ ചൂടിൽ ഇപ്പം മുഖമൊക്കെ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നന്നായിട്ട് സ്യൂട്ടാവും. എൻ്റെ മുഖം ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ് ആണ്, സോ അത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തേക്കുന്ന ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സ്റ്റാർ സ്ട്രക്കിൻ്റെയാണ്. ഇത് ഞാനിവിടെ ലുലുന്നാണ് മേടിച്ചത്. ഞാൻ ലിങ്ക് നോക്കിയിട്ട് കിട്ടിയില്ല. ഇത് നോക്കിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തേക്കാം. ഓക്കെ, നന്നായിട്ട് എനിക്ക് കവറേജ് തരുന്നത്. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാളും കവറേജ് എനിക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഞാൻ ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഫേസസ് കാനഡേൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ ഷിയ ബട്ടർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു കുറേ നേരത്തേക്ക് നമ്മുടെ ഫേസ് നല്ലതായിട്ട് മോയ്സ്ചറായിട്ട് നിൽക്കുന്നുണ്ടാവും. ദെൻ നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ടിൻറ്റഡ് ലിപ് ബാമാണ്. ഓക്കെ, അതിനകത്ത് ചെറിയൊരു ലൈറ്റേ വരുന്നുള്ളൂ, നല്ലതാണ്, ഫിക്സ്ഡ് ഗവൺമെൻറ്റാണ്. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്ന ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ജെല്ലാണ്. ജെല്ലും ഒരു പൗഡർ ടെക്സ്ചറാണ് അതിനകത്ത് വരുന്നത്. നല്ല രീതിക്ക് നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഐലൈനറിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ ഐലൈനർ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് മസ്കാര ഞാൻ മാൾസിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മസ്കാര യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്, അതേപോലെ തന്നെ വോളിമൈസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഞാൻ താഴെ ചെറുതായിട്ട് വാട്ടർ ലൈനിന് താഴെ ഞാൻ ചെറുതായിട്ടൊന്ന് അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു എൻഡിങ് കിട്ടാനായിട്ട്. അടുത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഫേസസ് കാനഡേൻ്റെ തന്നെയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് വൈൻ ഷോട്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണുള്ളവർക്കും നല്ല രീതിക്ക് സ്യൂട്ടാവുന്നുണ്ടാവും. അത് ഭയങ്കരമായിട്ട് ഗീസിയോ അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു എന്താ പറയുക ലിപ് ബാം ഇട്ട പോലെ ഫീൽ ചെയ്യുന്നതല്ലാണ്. ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല രീതിക്ക് നമുക്ക് ചുണ്ട് എന്താ പറയുക എടുത്ത് കാണും. ഇട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റനായിട്ട് നമുക്ക് തോന്നിക്കും. ഓക്കെ, പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ എന്താ പറയുക ബ്ലഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബ്ലഷും അതേപോലെ തന്നെ മൂക്കിലും ഈ ചിന്നിലും ഐഷോഡോ ആയിട്ടും ഞാൻ അത് തന്നെ ഇടുന്നത്. പക്ഷേ ഇന്ന് ഞാൻ മറന്നു പോയത് ഇവിടെ. അപ്പോൾ അതിനാണെങ്കിലും നല്ല കവറേജാണ്, കണ്ടോ, നല്ല രീതിക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. ആ ഒരു ചീക്സ് എടുത്ത് നിൽക്കുന്ന പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫേസസ് കാനഡേൻ്റെ ഈ ഒരു ക്രയോൺ പോലുള്ള ലിപ്സ്റ്റിക്ക് നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണല്ല. ഓക്കെ, ഒരു ഈവനിങ് വരെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് എന്താ പറയുക ടച്ചപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. ഞാൻ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് വരാം. ഓക്കെ, ഇതാണ് ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ എടുത്തേക്കുന്ന മീഷോ എന്നാണെന്ന് തോന്നുന്നു. മീഷോ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ഏതൊന്നിൽ ഞാൻ എടുത്തു. അപ്പോൾ ഇതാണ് അവസാനത്തെ ഔട്ട്ഫിറ്റ്. താങ്ക് യു.